ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാവുന്ന ചോദ്യമാണ്. നിങ്ങൾ ഈ പടത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു ഓപ്പൺ കാറിൽ, റൂഫില്ലാത്ത ഒരു ഓപ്പൺ കാറിൽ നിങ്ങളിങ്ങനെ സ്പീഡിൽ മുന്നോട്ട് പോകാൻ വിചാരിക്കും, ഒരേ സ്പീഡിൽ. ആ സമയത്ത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു ബോൾ നിങ്ങൾ മുകളിലേക്ക് എറിഞ്ഞു. മുകളിലെത്തിയ ബോൾ താഴേക്ക് വീഴും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ്. ചോദ്യം ഇതാണ്, താഴെ എവിടെ വീഴും എന്നുള്ളതാണ്. 2-3 ഓപ്ഷൻ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒന്നുകിൽ കാറിൻ്റെ മുന്നിൽ വീഴും, അല്ലെങ്കിൽ കാറിൻ്റെ ഉള്ളിൽ വീഴും, കാറിലിരിക്കുന്ന ആളുടെ കയ്യിൽ തന്നെ വീഴും, കാറിൻ്റെ പുറകിൽ വീഴും. എന്താണ് നിങ്ങളുടെ ആൻസർ? നിങ്ങൾ വേണമെങ്കിൽ 1 മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ പറയുന്ന ഈ 4 ഓപ്ഷനുകളിൽ ഏത് ഉത്തരമാണ് വേണ്ടതെന്നുള്ള കാര്യം നിങ്ങളൊന്ന് തിരഞ്ഞെടുത്തോളൂ. ഞാനതിൻ്റെ ഉത്തരം പറഞ്ഞുതരാം. 2 ഉത്തരങ്ങളാണ് സാധാരണഗതിയിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് വരാറുള്ളത്. ഒന്ന്, ആ ബോൾ മേളിലേക്ക് പോയി കാറിൻ്റെ ഉള്ളിൽ തന്നെ വീഴും എന്നുള്ളതാണ്. ഞാൻ ഈ ചോദ്യം പലരോട് ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞത് കാറ് മുന്നോട്ട് പോയല്ലേ, അപ്പോൾ ബോൾ പുറകിൽ വീഴും എന്നുള്ളതാണ്. പക്ഷേ ഇത് രണ്ടും അതിൻ്റെ റൈറ്റ് ആൻസർ അല്ല. കൃത്യമായിട്ടുള്ള ആൻസർ ഫിസിക്സ് വെച്ചിട്ട്, നമ്മുടെ ഫിസിക്സിൻ്റെ NCERT പ്രകാരം പറയുന്നത് കൃത്യമായിട്ട് അത് എറിഞ്ഞ ആളുടെ കയ്യിൽ തന്നെ വീഴും എന്നുള്ളതാണ്. കാരണം കാറ് മുന്നോട്ട് മൂവ് ചെയ്യുന്നത് ഒരേ സ്പീഡിൽ തന്നെ, ഒരേ വേഗതയിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ബോൾ മേളിലേക്ക് എറിയുമ്പോൾ ബോളിന് മുകളിലേക്ക് മാത്രമായിരുന്നില്ല അതിൻ്റെ വെലോസിറ്റി, അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. അതുപോലെ കാറ് പോകുന്ന അതേ ഡയറക്ഷനിലും അതിനൊരു സ്പീഡ് ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് അതേ സ്പീഡിൽ തന്നെയാണ് നമ്മൾ കാറ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ബോൾ കൃത്യമായിട്ട് പോയി ഒരു പരാബോളിക് ഷേപ്പ് ഇങ്ങനെ ഫോളോ ചെയ്ത് കറക്റ്റ് അയാളുടെ കയ്യിൽ തന്നെ വരും എന്നുള്ളതാണ്. ഇത് എവിടെ ഉണ്ടാവാന്നറിയോ? ദിസ് ഈസ് ദെയർ ഇൻ യുവർ NCERT ടെക്സ്റ്റ് ബുക്ക്. ഇതുപോലെ ഒരുപാട് അടിപൊളിയായിട്ടുള്ള കൺസെപ്റ്റുകളാണ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഈ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെയുള്ള കൺസെപ്റ്റുകളൊക്കെ +1 +2 കുട്ടികളുടെ ഇടയിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ NCERT ക്വിസ് എന്നൊരു പ്രോഗ്രാമായിട്ട് മുന്നോട്ട് വരുന്നുണ്ടാവുക. ഈ വീഡിയോ നിങ്ങളെ ഓരോരുത്തരെയും, നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഹാർഡായിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ ആ നോളജ് ടെസ്റ്റ് ചെയ്യാനും, ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള നോളജുകളെ തേടാനും വേണ്ടിയിട്ടുള്ള ഒരു വെന്യൂ ആയിട്ട് നമ്മുടെ NCERT ക്വിസിനെ പരിഗണിക്കണം എന്നാണ് പറയുന്നത്. NCERT ക്വിസിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നുണ്ടാവുക. സോ എന്താണ് പ്രോഗ്രാം എന്നുള്ളൊരു കാര്യം പറഞ്ഞുതരാം. വേണമെങ്കിൽ അതിനു മുന്നേ നമുക്ക് വേറെ ഒരു സാമ്പിൾ ചോദ്യങ്ങൾ കൂടി ഇതുപോലെ ട്രൈ ചെയ്യാം. ശരി, നിങ്ങൾ ഈ ഒരു പിക്ചർ ഒന്ന് കണ്ടു നോക്കാം. ഈ പിക്ചറിൽ ഒരു ബെഡ്റൂമാണുള്ളത്. ഈ ബെഡ്റൂമിൽ ആക്ച്വലി AC വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ ചൂട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ബെഡ്റൂമിൽ താമസിക്കുന്ന ആൾ അതിൻ്റെ ഫ്രിഡ്ജ് തുറന്നിടുകയാണ്. ആ റൂമിലുണ്ടായിരുന്ന ഫ്രിഡ്ജ് മുഴുവനായിട്ട് തുറന്നിടുകയാണ്. ഈ റൂമിലെ ടെമ്പറേച്ചറിന്, ചൂടിന് അല്ലെങ്കിൽ താപനിലയ്ക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഒബ്വിയസ് ആയിട്ട് 3 ഓപ്ഷനാണുള്ളത്. 1 താപനില കൂടും, 2 താപനില കുറയും, 3 അതുപോലെ തന്നെ നിൽക്കും എന്നുള്ളതാണ്. നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? 1 മിനിറ്റ് ഒന്ന് ബ്രേക്ക് എടുത്തിട്ടൊന്ന് ആലോചിച്ച് നോക്കോളൂ. എന്നിട്ട് ആൻസർ താഴെ കമൻറ്റ് ബോക്സിലേക്ക് ടൈപ്പ് ചെയ്യൂ. ഞാൻ ഒരിക്കലും ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല. നമുക്കത് NCERT ക്വിസിൻ്റെ വെന്യൂവിൽ നിന്ന് കാണാം. NCERT ക്വിസ് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ 11th 12th പഠിക്കുന്ന കുട്ടികൾക്കാണ്. റിപ്പീറ്റേഴ്സിന് അതിന് പാർട്ടിസിപ്പേഷൻ ഇല്ല. 11th 12th പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവരുടെ NCERT ആയിട്ടുള്ള ബന്ധം ഊഷ്മളമാക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനും കുറച്ച് നിബന്ധനകളുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ക്വിസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. പകരം നിങ്ങളുടെ സ്കൂൾ വൈസ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഓരോ സ്കൂളിൽ നിന്നും സ്കൂളിലെ ടീച്ചേഴ്സ് സ്ക്രീൻ ചെയ്തെടുക്കുന്ന ബെസ്റ്റ് 3 കുട്ടികൾക്ക് ഒരു ടീമായിട്ടാണ് ഡോപ്പയുടെ ഈ സംസ്ഥാനതല ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഒരുപാട് മിടുക്കന്മാരുള്ള സ്കൂളാണ്, അല്ലെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്, എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്ക്രീനിങ് ടെസ്റ്റ് സ്കൂൾ വൈസ് കണ്ടക്ട് ചെയ്യും. അതിന് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ആയിട്ട് നമ്മളുടെ ഡിസ്ട്രിക്ട് വൈസ് ഓഫീസേഴ്സ് ഉണ്ട് ഡോപ്പയിലെ. അവർ നിങ്ങളുടെ സ്കൂളിൽ വരും. അവിടെ നിന്ന് നിങ്ങൾക്കൊരു OMR ബേസ് ചെയ്തിട്ട് തന്നെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. ഈ സ്ക്രീനിങ് ടെസ്റ്റിന് ശേഷം സ്കൂളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക് ഒരു ടീമായിട്ട് ജനുവരി 18 കോഴിക്കോട് വെച്ച് നടക്കുന്ന ഗ്രാൻഡ് ഫൈനലിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റും. ഗ്രാൻഡ് ഫൈനലിന് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം 300ഓളം ടീമുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓൾ കേരള, നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അടിപൊളി സ്കൂളുകളിലെ ഏറ്റവും മിടുക്കരായിട്ടുള്ള 3 കുട്ടികൾ ഇതായിരിക്കും. അപ്പോൾ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിൻ്റെ ഒരു രീതി, ഇറ്റ് വിൽ ബി സ്റ്റാർട്ടിങ് വിത്ത് എ പ്രിലിമിനറി റൗണ്ട്. സോ ആദ്യം ഒരു പ്രിലിമിനറി റൗണ്ടാണ്, ഒരു 3-4 റൗണ്ടുകൾ നീണ്ടു നിൽക്കുന്ന പ്രിലിമിനറി റൗണ്ട്. ആ പ്രിലിമിനറി റൗണ്ടിൽ നമ്മളെ ചോദ്യങ്ങൾ ഇതുപോലെ തന്നെ ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും ബയോളജിയിൽ നിന്നും NCERT സിലബസ് ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും ചോദ്യങ്ങളുണ്ടാവുക. ആ ചോദ്യങ്ങൾ വരും. അതിൻ്റെ ആൻസറുകളുടെ ഉള്ളിൽ നിന്ന് നമ്മളൊരു ഏകദേശം 32ഓളം ടീമുകളെ നമ്മളെ ശരിക്കുള്ള ഫൈനൽസിലേക്ക് തിരഞ്ഞെടുക്കുന്നുണ്ടാവും. ക്വാർട്ടർ ഫൈനലുകൾ നടക്കും. ഓരോ ക്വാർട്ടർ ഫൈനലിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കുട്ടികളെ വെച്ചിട്ട് നമ്മളൊരു വലിയ ബിഗ് ഫൈനൽ, ലൈക്ക് ഒരു TV ഷോ ക്വിസൊക്കെ പോലെ ഓരോരുത്തരിൽ നിന്ന് നമ്മളൊരുപാട് നിങ്ങൾക്ക് ആകാൻ കോടീശ്വരനൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ വിവിധങ്ങളായ ഓപ്ഷനുകൾ, രസകരമായിട്ടുള്ള വിവിധ റൗണ്ടുകളും ഒക്കെ അടങ്ങിയ വളരെ അടിപൊളിയായിട്ടുള്ളൊരു പ്രോഗ്രാം. ഓരോ ചോദ്യത്തിലും നിങ്ങൾക്ക് മുന്നിലേക്ക് അറിവിൻ്റെ, നമ്മുടെ NCERTൻ്റെ ഉള്ളിലുള്ള ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും ബയോളജിയിൽ നിന്നുള്ള ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെയായിരിക്കും ഉണ്ടാകുന്നുണ്ടാവുക. സോ ഈ ഒരു പ്രോഗ്രാം
പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്കൂൾ വഴിയിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സ്കൂളിലുള്ള അധ്യാപകർ, മേ ബി പ്രിൻസിപ്പൽ, മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇവിടെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സ്കൂൾ ഏതാണെന്നുള്ള വിവരം തരികയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ സ്കൂളിലെ മാനേജ്മെൻറ്റായിട്ട് സംസാരിച്ച് അവിടെ നമുക്ക് ഈ സ്ക്രീനിങ് ടെസ്റ്റ് നടത്താൻ വേണ്ടി പറ്റും. ഒരു കാര്യം അഡീഷണലി പറയാനുള്ളത്, ഇത് ഒരു മാർക്കറ്റിംഗ് ഇവൻ്റായിട്ട് എന്താ പറയുക, മാർക്കറ്റിംഗ് എന്ന് പറയുമ്പം എനിക്ക് ആക്ച്വലി ആ വാക്ക് ഉപയോഗിക്കാൻ തന്നെ മടിയുണ്ട്. കാരണം ഇതൊരു അറിവിൻ്റെ സ്ഥലമാണ്. അറിവിൻ്റെ സ്ഥലത്ത് അങ്ങനെ ഒരു വാക്ക് നമ്മളിപ്പോൾ നിലവിൽ ഒരുപാട് സമയങ്ങളിൽ കേൾക്കാറുണ്ട്. നിങ്ങളുടെയൊക്കെ സ്കൂളുകളിൽ പലരും വന്ന് പരീക്ഷകൾ നടത്തുകയും അവിടെ നിന്നൊക്കെ നിങ്ങളുടെ ഫോൺ നമ്പറുകൾ കൊണ്ടുപോവുകയും നിരന്തരമായിട്ട് വിളിക്കുകയും അതൊക്കെ വളരെ ബുദ്ധിമുട്ടാകുകയൊക്കെ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ ഇത് അത്തരത്തിലുള്ളൊരു ഇവൻ്റ് ആയിട്ടല്ല കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ ആരുടെയും ഫോൺ നമ്പറുകളോ മറ്റ് ഡീറ്റെയിൽസോ ഒന്നും നമ്മൾ കളക്ട് ചെയ്യുന്നില്ല. നമ്മൾ അറിവ് വെച്ച് മാത്രം, നമ്മളുടെ ഒരു കോർ നോളജ് വെച്ച് മാത്രം മാറ്റുരയ്ക്കാം. ഡോപ്പയിൽ നമ്മൾ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ ചിന്തിക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും അടിപൊളിയായിട്ട് NCERT പുസ്തകത്തിന്, നമ്മുടെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിനെ മനസ്സിലാക്കുന്ന ആളുകളെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഉദ്ദേശമുള്ളത്. തീർച്ചയായിട്ടും അത്തരം ആളുകളാണ് ഇനി ഫ്യൂച്ചറിലേക്ക് വരാനുള്ള ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും സിവിൽ സർവൻസും എല്ലാവരും. സോ അത്തരമുള്ള ആളുകളിലേക്ക് കൂട്ടാം. വരുന്ന വർഷങ്ങളിൽ നമ്മുടെ NCERT ക്വിസ് വഴിയിട്ട് തന്നെ നമ്മുടെ കുട്ടികളെ കൂടുതൽ NCERTയുമായിട്ട് അടുപ്പിച്ച് വെക്കാം എന്നുള്ളതാണ്. അപ്പോൾ NCERT ക്വിസിന് വേണ്ടി തന്നെ നിങ്ങൾക്ക് ഈ ഓരോ കൺസെപ്റ്റുകളും സംഗതികളും ഒക്കെ പഠിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന മുറയ്ക്ക്, നിങ്ങളുടെ സ്കൂൾ രജിസ്റ്റർ ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ടാവും. സോ ഈ മോഡൽ ക്വസ്റ്റ്യൻസിലുള്ള ഓരോ കൺസെപ്റ്റുകളും ഓരോ ഐഡിയകളൊക്കെ കാണുന്ന വഴി നിങ്ങൾക്ക് മനസ്സിലാവും ഈ കൺസെപ്റ്റുകളൊക്കെ എങ്ങനെയൊക്കെ ചിന്തിക്കാം, അല്ലെങ്കിൽ ഇതിനൊക്കെ ചിന്തിക്കാനുള്ള ആൾട്ടർനേറ്റ് വഴികൾ എന്തെല്ലാമാണ്, നിങ്ങളുടെ നോളജ് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഉറപ്പായിട്ടും ഒരു കാര്യം പറഞ്ഞുതരാം, ഇത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. നമ്മളുടെ ഓരോ സ്കൂളിലെയും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന ഓരോ കുട്ടികളുടെ കൂട്ടത്തിൽ നിന്നും ടോപ്പിൽ വരുന്ന ഒരു 10% കുട്ടികൾക്കാണ് ഇത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. സോ എന്തിനാണ് പഠിച്ചു നിൽക്കുന്നത്? നിങ്ങൾ ആ ടോപ്പ് 10%-ൽ ഫ്യൂച്ചർ എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സിൽ നിങ്ങൾ ഉൾപ്പെടുന്ന ആളാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പലിനും സ്കൂൾ മാനേജ്മെൻറ്റിനും ഫോർവേഡ് ചെയ്ത് കൊടുക്കൂ, ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കൂ. അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കാണുന്ന നമ്പറിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഏത് സ്കൂളാണെന്ന് പറഞ്ഞാൽ മതി. നമ്മളുടെ ഡിസ്ട്രിക്ട് വൈസ് ഓഫീസേഴ്സ് നിങ്ങളുടെ സ്കൂളുകൾ വിസിറ്റ് ചെയ്ത് നിങ്ങളോട് എന്ത് ചെയ്യുന്നുണ്ടാവും, അതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയും നിങ്ങൾക്ക് ഈ സംസ്ഥാനതല ക്വിസിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ടാവും. So nominate your schools right now. We will meet you at NCERT quiz.